മിന്നടി മിന്നടി മിന്നാമിനുങ്ങേ മിന്നും നക്ഷത്ര പൊന്നേ മുങ്ങടി മുങ്ങടി പൊന്നേ മുങ്ങടി കോരലും തിലക്കണ്ണേ മഞ്ഞു പോലെ മാൻ കുഞ്ഞു പോലെ. അപ്പൊ ഇതൊക്കെ കുറെ പാട്ടുകളാണല്ലേ. ഈ പാട്ടുകളൊക്കെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ഇപ്പോഴും മനസ്സിലിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നത്? അത് നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്, ഇത് നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് അല്ലേ. ഇതുപോലെ തന്നെയാണ് നമ്മൾ പഠിക്കുമ്പോഴും അല്ലേ. നിങ്ങളുടെ കയ്യിലില്ല ഇതേപോലത്തെ ഒരു റാങ്ക് ഹോൾഡർ കാണും, അല്ലെങ്കിൽ റാങ്ക് ഫയൽ കാണും. ഈ റാങ്ക് ഫയൽ ഇതേപോലുള്ള ഒരു പാട്ട് പോലെ നിങ്ങൾ എടുക്കുക. അപ്പം നമ്മൾ ആദ്യത്തെ തവണ ഒരു പാട്ട് കേൾക്കുമ്പോൾ എങ്ങനെയാണ് എൻ്റെ ഫീലിംഗ്? ചെറുതായിട്ടൊക്കെ ഒന്ന് മനസ്സിലാവും. രണ്ടാമത്തെ തവണ കേൾക്കുമ്പോഴാണ് ചെറുതായിട്ടൊക്കെ ഒന്ന് മൂടി തുടങ്ങും. മൂന്നാമത്തെ നാലാമത്തെ തവണ കേൾക്കുമ്പോഴാണ് നമ്മളിതിൻ്റെ വരികളൊക്കെ പാടി തുടങ്ങും. അതുപോലെ തന്നെയാണ് ഈ റാങ്ക് ഫയൽ. നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലും ഇതേപോലത്തെ ഒരു റാങ്ക് ഫയൽ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് നമ്മൾ ആദ്യ തവണ വായിക്കുക, അപ്പം നമ്മൾ ചെറുതായിട്ട് നമുക്ക് ഒരു ഇത് തോന്നും. രണ്ടാമത്തെ തവണ വായിക്കുക, അപ്പം ചെറുതായിട്ടൊക്കെ അതിലുള്ള കുറേ ജീവികളൊക്കെ നമ്മൾ പറഞ്ഞോളും. മൂന്നാമത്തെ നാലാമത്തെ തവണ നമ്മൾ വായിക്കുമ്പോഴത്തേക്കും നമ്മളതിൽ എക്സ്പേർട്ടാവും. നമ്മളിപ്പോൾ ഈ പാട്ട് പാടിയില്ലേ അതുപോലെ. അപ്പം എല്ലാവർക്കും ഇതുപോലെ ആസ്വാദികരമായിട്ട് പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു നിർത്തിയെന്ന് വെച്ചാൽ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് ഈ സംഭവങ്ങളാണ്. പക്ഷെ അത് പറയുന്നതിന് മുന്നേ എനിക്ക് ചെറിയൊരു കാര്യങ്ങൾ പറയണം, ചെറിയൊരു ടോപ്പിക് കൂടെ എടുക്കണം. പാർട്ട് ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്, അതുകൂടെ എടുക്കണം. അപ്പോൾ എന്താണ് പാർട്ട് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു സെൻറ്റൻസ്, ഇപ്പോൾ ഒരു സെൻറ്റൻസ് എടുക്കുക. അപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ജിത്തു ഈറ്റ്സ് ആൻ ആപ്പിൾ ആൻഡ് ഹി ഗോസ് ടു എ റൈഡ്. അപ്പോൾ ഇതൊരു സെൻറ്റൻസ് ആണെന്ന് വിചാരിക്കും അല്ലേ. അപ്പോൾ ഇതിൽ കുറേ വാക്കുകളുണ്ട്. ഇപ്പം ജിത്തു, ഈറ്റ്സ്, ആൻ ആപ്പിൾ എന്നൊക്കെ പറയണത് ഓരോ വേർഡ്സ് ആണ്, അല്ലെങ്കിൽ ഓരോ വാക്കുകളാണ്. ഈ വേർഡ്സ് ചേരുമ്പോഴാണ് ഒരു സെൻറ്റൻസ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു തന്ന പാർട്ട് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വേർഡ്സിനെ പല ക്ലാസ്സുകളായിട്ട് തിരിക്കാം. പ്രധാനമായിട്ടും 8 ക്ലാസ്സുകളായിട്ട് തിരിക്കാം. ഇതിനെയാണ് പാർട്ട് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. ജിത്തു ഈറ്റ്സ് ആൻ ആപ്പിൾ എന്ന് എടുക്കുക. അപ്പോൾ അതിൽ ജിത്തു എന്ന് പറയുന്നത് നൗണാണ്, ഈറ്റ്സ് വെർബാണ്, ആപ്പിൾ എന്ന് പറയുന്നത് നൗണാണ്, ആൻഡ് കൺജങ്ഷനാണ്, ഹി എന്ന് പറഞ്ഞ ഒരു പ്രൊനൗണാണ്, ഗോസ് വെർബാണ്, പിന്നെ ഓൺ പ്രിപ്പോസിഷനാണ്, ബൈക്ക് എന്ന് പറയുന്നത് നൗണാണ്, റൈഡ് എന്ന് പറയുന്നത് വെർബാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 8ആയിട്ട് തിരിക്കാം. ഒന്നുകൂടെ പറയാം, പാർട്ട് ഓഫ് സ്പീച്ചിനെ നമുക്ക് 8ആയിട്ട് തിരിക്കാം. അതിൽ ഒന്നാമത്തത് നൗണ്, രണ്ടാമത്തത് പ്രൊനൗണ്, നൗണിൻ്റെ പകരം നിൽക്കുന്നതാണ് പ്രൊനൗണ്, മൂന്നാമത്തത് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ നാമവിശേഷണം എന്ന് പറയും, വെർബിനെ വിശേഷിപ്പിക്കുന്നത് അഡ്ജക്റ്റീവ്. ഇനി 4 എന്ന് പറയുന്നത് വെർബ്, പിന്നെ ആഡ് വെർബ്, വെർബിൻ്റെ പകരം നിൽക്കുന്നത് ആഡ് വെർബ്, പിന്നെ പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇൻ്റർജങ്ഷൻ. അപ്പോൾ ഇങ്ങനെ 8 എണ്ണമാണ് എന്തോന്ന് പറഞ്ഞാൽ പാർട്ട് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ്ട് പാർട്ട് ഓഫ് സ്പീച്ച് നമുക്ക് 8ആയിട്ട് തിരിക്കാം. ഒന്നുകൂടെ പറയാം, നൗണ്, രണ്ടാമത്തെ പ്രൊനൗണ്, മൂന്നാമത്തെ അഡ്ജക്റ്റീവ്, 4 വെർബ്, 5 ആഡ് വെർബ്, 6 പ്രിപ്പോസിഷൻ, 7 കൺജങ്ഷൻ, 8 ഇൻ്റർജങ്ഷൻ. ഓക്കെ, ഇനി എന്താണ് ഓരോന്ന് പറയാം. അതിനു മുന്നേ നിങ്ങൾ വീഡിയോ പൗസ് ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യുക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ എഴുതിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനു മുന്നേ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നിങ്ങൾ ഡയറിയിൽ വേണം എഴുതിയെടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഡയറി ഇപ്പോൾ എടുത്തു വെച്ചിട്ടില്ല, സംഭവം ഉണ്ട്. സാധനം ഞാൻ പണ്ട് പഠിച്ചതൊക്കെ ഡയറിയിലാണ് എഴുതി സൂക്ഷിച്ചിരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇതേപോലുള്ള ബുക്ക്, ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ബുക്ക് ഉണ്ട്, ഈ ബുക്കുകളൊക്കെ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറേ കഴിയുമ്പോൾ തീരുമ്പോഴൊക്കെ ഇത് കൂട്ടി വെച്ചിട്ട് ഇത് ആക്രിക്ക് കൊടുക്കും, അല്ലെങ്കിൽ സ്ക്രാപ്പിന് കൊടുക്കും. പക്ഷേ ഒരു ഡയറിയിൽ എഴുതുന്നതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് നമ്മൾ എന്ത് ചെയ്യും, സൂക്ഷിച്ച് വയ്ക്കും അല്ലേ. ഇപ്പോൾ ഡയറി കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്, അല്ലെങ്കിൽ നല്ല ഇതുണ്ട്, എടുത്ത് കൊടുക്കാൻ തന്നെ നമുക്കൊരു മടിയാവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതെല്ലാം കൂട്ടി വയ്ക്കും. പിന്നീട് ഒരുമിച്ച് കൂട്ടി ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ കുറേ ഇങ്ങനെ അടുക്കി ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ്. എപ്പോഴായാലും നിങ്ങൾക്കത് ഉപകാരപ്പെടാൻ തന്നെ ചെയ്യും. ഇപ്പം ഞാൻ പണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ എല്ലാം ഇല്ലെങ്കിലും GK ഒന്നും ഇല്ലെങ്കിലും ഈ ഇംഗ്ലീഷ് പോലുള്ള ഇമ്പോർട്ടൻ്റ് സാധനങ്ങളൊക്കെ ഡയറിയിലാണ് എഴുതിയത്. അതിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിത് ഇപ്പോഴും ഉപകാരപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഡയറി ഇല്ലെങ്കിൽ ഡയറി വാങ്ങുക, ഡയറിയിൽ തന്നെ ഇംഗ്ലീഷ് എഴുതി എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ബാക്കി പഠിക്കാം.
ഓക്കെ, അപ്പം ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന പാർട്ട് ഓഫ് സ്പീച്ചാണ് നൗണ്. നൗൺ എന്ന് പറഞ്ഞാൽ ഒരു പേരായ ശബ്ദം ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെയോ തിങ്ങിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഫീലിങ്ങിൻ്റെയോ ഇതിനെയൊക്കെ ഈ പേരായ ശബ്ദത്തിന് നൗൺ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറയാം. നൗൺ ഇസ് എ വേർഡ് യൂസ്ഡ് ആസ് എ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, തിങ്, ഫീലിംഗ് എക്സെട്ര. ഒരു എക്സാമ്പിൾ പറയാം. അക്ബർ വാസ് എ ഗ്രേറ്റ് കിങ്. അക്ബർ വാസ് എ ഗ്രേറ്റ് കിങ്. ഇതിലുള്ള നൗൺസ് ഏതൊക്കെയാണ്? അക്ബറും പിന്നെ കിങ്ങും. രണ്ടാമത്തെ എക്സാമ്പിൾ ദ റോസ് സ്മെൽസ് സ്വീറ്റ്. ഇപ്പൊ ഇതിലുള്ള നൗൺ ഏതാണ്? ദ റോസ്. അടുത്ത എക്സാമ്പിൾ ദ ഗേൾ സേറ്റ് ഓൺ എ ചെയർ. ഓക്കെ, ഒന്ന് എഴുതിയെടുക്കുക. ഈ പറഞ്ഞ എക്സാമ്പിളൊക്കെ ഒന്ന് എഴുതിയെടുക്കുക. ദ ഗേൾ സേറ്റ് ഓൺ എ ചെയർ. ഇപ്പൊ ഇതിലുള്ള നൗൺ മാർക്ക് ചെയ്താണ് അല്ലേ? ദ ഗേളും പിന്നെ ചെയറും. അടുത്ത ജയ റീഡിങ് എ ബുക്ക്. ജയ റീഡിങ് എ ബുക്ക്. ഇപ്പൊ ഇതിലുള്ള നൗൺ മാർക്ക് ചെയ്യും. ജയ ബുക്ക്. ഓക്കെ ആണല്ലോ? അപ്പൊ എന്താണ് നൗൺ എന്ന് മനസ്സിലായില്ല? നൗൺ ഈസ് എ വേർഡ് യൂസ്ഡ് as a name of a person, place, thing, feelings etc. ആദ്യത്തെ ക്ലാസ് നൗണായി. അപ്പം രണ്ടാമത്തെ ക്ലാസ് എന്തായിരിക്കും? നൗണിന്റെ പകരം നിൽക്കുന്നത് പ്രൊനൗണ്. ഇപ്പൊ രണ്ടാമത്തെ ക്ലാസ് ആണ് പ്രൊനൗണ്. പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ ഇപ്പം പറഞ്ഞ സാധനം തന്നെയാണ്. പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നൗണിന് പകരം നിൽക്കുന്നത് വേർഡ്സ് ഇൻസ്റ്റെഡ് ഓഫ് നൗൺ ആണ് പ്രൊനൗണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ എക്സാമ്പിളാണ്. ജിത്തുവിന്റെ കേസ് ഇല്ലേ? ഓർമ്മയില്ലേ ജിത്തുവിന്റെ കേസ് പറഞ്ഞത്? എന്താണ്? ജിത്തു ഈറ്റ്സ് ആൻ ആപ്പിൾ. ജിത്തു ആപ്പിൾ കഴിച്ചു ആൻഡ് ഹി ഗോസ് ടു എ റൈഡ്. എന്താണ്? ഹി ഗോസ് ടു എ റൈഡ്. അപ്പൊ ഇവിടുത്തെ നൗൺ ഏതാണ്? ഇവിടുത്തെ പ്രൊനൗൺ ഏതാണ്? നൗൺ എന്ന് പറയുന്നത് ജിത്തു ആണ്. അപ്പൊ നിങ്ങൾക്ക് നൗൺ എന്താണെന്ന് അറിയാം. അപ്പൊ ഇവിടുത്തെ ജിത്തുവിന് പകരം നിൽക്കുന്ന വാക്ക് ഏതാണ്? രണ്ടാമത്തെ സെന്റൻസിൽ ഹി. ഓക്കെ, ഇപ്പം കാര്യം മനസ്സിലായല്ല? അപ്പൊ ഹി ആണ് ഇവിടുത്തെ പ്രൊനൗൺ. അപ്പൊ നൗണിന് അല്ലെങ്കിൽ നാമത്തിന് പകരം നിൽക്കുന്നതാണ് പ്രൊനൗൺ. ഓക്കെ, രണ്ടാമത്തെ എക്സാമ്പിൾ ജോൺ ഈസ് ആബ്സെന്റ് ബിക്കോസ് ഹി ഈസ് ഇൽ. ജോൺ ഈസ് ആബ്സെന്റ് ബിക്കോസ് ഹി ഈസ് ഇൽ. എഴുതിയെടുക്കുക. ഇനി ഇതിലെ നൗണും പ്രൊനൗണും മാർക്ക് ചെയ്താണോ അല്ല? ഈ വീഡിയോ പൗസ് ചെയ്തിട്ടാണ് മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ്? ജോണും, എന്നിട്ട് പൗസ് മാറ്റിയിട്ട് നിങ്ങൾ അതിന്റെ ആൻസർ നോക്ക്. ജോൺ എന്ന് പറയുന്നത് എന്താണ്? നൗണാണ്. പിന്നെ ബിക്കോസ് ഹി ഈസ് ഇൽ. അപ്പൊ ഹി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രൊനൗണാണ്, നാമത്തിന് പകരം നിൽക്കുന്നത്. ഇനി അടുത്ത എക്സാമ്പിൾ ദ ബുക്ക് ആർ വേർ യു ലെഫ്റ്റ് ദം. പൗസ് ചെയ്യും. ദ ബുക്ക് ആർ വേർ യു ലെഫ്റ്റ് ദം. ഇനി പറ. ദ ബുക്ക് എന്ന് പറഞ്ഞാൽ നൗണ്, പിന്നെ വേർ യു ലെഫ്റ്റ് ദം. ബുക്കിന് പകരം നിൽക്കുന്നത് ദം. ദമ്മാണ് എന്തോന്ന്? ഇവിടുത്തെ പ്രൊനൗണ്, നാമത്തിന് പകരം നിൽക്കുന്ന വാക്ക്. ബുക്കിന് പകരം നിൽക്കുന്നത് ദമ്മാണ് അല്ലേ? ഓക്കെ, അപ്പൊ ഇതാണ് പ്രൊനൗണ്. അപ്പൊ ഒന്നുകൂടെ പറ. രണ്ട് കാര്യങ്ങൾ പഠിച്ചു. നൗൺ എന്താണ്? മനസ്സിൽ പറയണുണ്ടല്ലോ. ഇനി എന്താണ് പ്രൊനൗണ്? ഓക്കെ, അപ്പൊ നൗൺ ഒന്നുകൂടെ പറയാം. നൗൺ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ഫീലിങ്സിന്റെയോ ശബ്ദത്തിനെ അല്ലെങ്കിൽ പേരായ ശബ്ദത്തിനെ നമ്മൾ നൗൺ എന്ന് പറയുന്നത്. നൗണ് ഓർമ്മയുണ്ടല്ല എന്തൊക്കെയാണ്? ഇപ്പൊ ഇന്ത്യ അല്ലെങ്കിൽ റഷ്യ അല്ലെങ്കിൽ ഇപ്പം രാജു, രാമു അല്ലെങ്കിൽ കൺട്രി എന്നൊക്കെ പറയണതാണ് നൗൺ എന്ന് പറഞ്ഞാൽ. ഇനി പ്രൊനൗൺ എന്താണ്? നാമത്തിന് പകരം നിൽക്കുന്ന വാക്കാണ് പ്രൊനൗൺ. പ്രൊനൗൺ എന്താണ്? ഇപ്പം ഹി, ഷീ, ദേ, ഇറ്റ്, ദം ഒക്കെ പറയുന്നതാണ് എന്തോ പ്രൊനൗൺ, നാമത്തിന് പകരം നിൽക്കുന്ന വാക്കുകൾ. ഇനി മൂന്നാമത്തെ ക്ലാസ് ആണ് അഡ്ജക്റ്റീവ് അല്ലെ? അപ്പൊ ആദ്യത്തെ നൗണ്, രണ്ടാമത്തെ പ്രൊനൗണ്, മൂന്നാമത്തെ ക്ലാസ് ആണ് അഡ്ജക്റ്റീവ്. ഇനി എന്താണ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ നാമവിശേഷണം എന്ന് പറയും? നാമവിശേഷണം നാമത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേക മീനിങ് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് എന്തെന്ന് ഈ പറയുന്ന അഡ്ജക്റ്റീവ്. ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്ലെങ്കിൽ കുറച്ച് വാക്കുകൾ പറയാം. ബ്രേവ്, ഇന്റലിജന്റ്, ഹാൻസം, ക്യൂട്ട് എന്നൊക്കെ പറയേണ്ടതാണ് എന്തോന്ന് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ. എക്സാമ്പിൾ പറയാം. നേരത്തെ പറഞ്ഞ നമ്മളെ കുറച്ച് നേരം കൊണ്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ജിത്തുവിനെ തന്നെ എടുക്കാം. ജിത്തു ഈസ് എ വെരി സ്മാർട്ട് ആൻഡ് ഹാൻസം എന്ന് പറയുകയാണെങ്കിൽ ജിത്തു എന്ന് പറയുന്ന നൗണിന് നമ്മൾ വിശേഷണം കൊടുത്തില്ലേ? ജിത്തു ഒരു സ്മാർട്ടുമാണ്, പിന്നെ അവൻ ഹാൻസമാണ്, ഭയങ്കര സൗന്ദര്യമുള്ള ആളാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ? അടുത്ത് ഹീ ഈസ് എ ബ്രേവ് ബോയ്. ഹീ ഈസ് എ ബ്രേവ് ബോയ്. ബ്രേവ് എന്ന് പറഞ്ഞാൽ ഒരു അഡ്ജക്റ്റീവാണ്. അപ്പം അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. സിമ്പിൾ കേസാണ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാമവിശേഷണം അല്ലെങ്കിൽ നാമത്തിന് കുറച്ചുകൂടെ ഒരു മീനിങ് കൊടുക്കാൻ വേണ്ടി വേർഡ് യൂസ്ഡ് ടു
ആഡ് സംതിങ് എ മീനിങ് അല്ലെങ്കിൽ എ മീനിങ് ടു ദ നൗൺ. ഓക്കെ, അപ്പോൾ ഇത്രയും ഒന്ന് പൗസ് ചെയ്ത് വയ്ക്കുക, എഴുതിയെടുക്കുക, ദെൻ ഒന്ന് മൈൻഡിലൊന്ന് റിവൈസ് ചെയ്യുക, അപ്പോഴത്തേക്കും ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് 4ാമത്തെ ക്ലാസ് പഠിക്കാം. 4ാമത്തെ ക്ലാസ് ആണ് വെർബ് അല്ല ക്രിയ. ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? എ വേർഡ് യൂസ് ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ. ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് വെർബുകൾ എന്ന് പറഞ്ഞാൽ. ഓടുക, ചാടുക, നിൽക്കുക, നടക്കുക, നീന്തുക, ഇതൊക്കെ വെർബുകളാണ്. അപ്പം നമ്മൾ കുറച്ചു നേരം കൊണ്ട് നമ്മൾ ജിത്തുവിനെ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ജിത്തുവിനെ തന്നെ ഒന്നുകൂടെ പഠിക്കാം. ജിത്തു ഈറ്റ്സ് ആൻ ആപ്പിൾ. എക്സാമ്പിൾ ചെയ്യുമ്പോൾ തന്നെ ജിത്തു ഈറ്റ്സ് ആൻ ആപ്പിൾ ആൻഡ് ഹി ഗോസ് ടു എ റൈഡ്. ഇപ്പൊ ഇവിടുത്തെ നൗണും നമ്മൾ പഠിച്ച സാധനങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പം വെർബാണ്. വെർബ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജിത്തു ഈറ്റ്സ് കഴിക്കുക, ഒരു വെർബാണ്. ആൻഡ് ഹി ഗോസ് ടു എ റൈഡ്. ഗോസ് പോവുക, അതൊരു വെർബാണ് അല്ലേ. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. അടുത്ത എക്സാമ്പിൾ, ദ ഗേൾ റോട്ട് എ ലെറ്റർ. ദ ഗേൾ റോട്ട് എ ലെറ്റർ. മാർക്ക് ചെയ്യും ഇവിടുത്തെ വെർബ്. റോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ദ ഗേൾ റോട്ട് എ ലെറ്റർ, എഴുതുക. ഇനി ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ നടക്കുക, ഓടുക, അല്ലെങ്കിൽ റണ്ണ്, ജമ്പ്, വാക്ക്, അല്ലെങ്കിൽ സിമ്മ്, ഇതൊക്കെ വെച്ചിട്ട് ഒരു 3 എക്സാമ്പിൾ എഴുതുക, അല്ലെങ്കിൽ 4 എക്സാമ്പിൾ എഴുതുക. ഓക്കെ, എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ് ആണ് ആഡ് വെർബ്. അപ്പൊ നമുക്ക് 5ാമത്തെ ക്ലാസ് ആണ് ആഡ് വെർബ്. അപ്പൊ എന്താണ് ആഡ് വെർബ് എന്ന് പറഞ്ഞാൽ? നമ്മൾ നേരത്തെ അഡ്ജക്റ്റീവ് പറഞ്ഞ പോലെ, അഡ്ജക്റ്റീവ് നമ്മൾ നൗണിന് ഒരു മീനിങ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഈ ആഡ് വെർബും. ആഡ് വെർബ് എന്ന് പറഞ്ഞാൽ എൻ്റെ ചേർന്ന് നിൽക്കുന്നത് വെർബ്. ഓക്കെ, വെർബിന് കുറച്ചുകൂടി ഒരു മീനിങ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആഡ് വെർബ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ക്വിക്ക്ലി, ഫാസ്റ്റ്, സ്ലോ, പിന്നെ വെരി ബ്യൂട്ടിഫുൾ. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഹി കെയിം ലേറ്റ്. അപ്പോൾ ലേറ്റ് എന്ന് പറഞ്ഞാലാണ് ഇവിടുത്തെ ആഡ് വെർബ്. അല്ലെങ്കിൽ കെയിം, വന്നു എന്ന് പറയുന്നതിന് കുറച്ചുകൂടെ മീനിങ് കൊടുക്കാൻ ഉപയോഗിച്ചു അല്ലേ. ലേറ്റ്, അവ ലേറ്റായിട്ട് വന്നു. ഓക്കെ, അടുത്ത് യു, അല്ലെങ്കിൽ യു ഡിഡ് എ ഗുഡ് ജോബ്, നല്ലൊരു ജോബാണ് ചെയ്തത്. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ, ഹി വർക്ക്ഡ് ദ സം ക്വിക്ക്ലി. അപ്പോൾ ക്വിക്ക്ലി എന്ന് പറയുന്നതാണ് എന്തോന്ന് ഇവിടുത്തെ ആഡ് വെർബ്. അപ്പോൾ ആഡ് വെർബ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഈ വെർബിന് കുറച്ചുകൂടെ ഒരു മീനിങ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് ആഡ് വെർബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ആഡ് വെർബും ഈ അഡ്ജക്റ്റീവും തമ്മിൽ ചില സമയങ്ങളിൽ തിരിഞ്ഞു പോകും. അപ്പോൾ അത് നമുക്കൊരു ക്ലാസ് ആയിട്ട് തന്നെ എടുക്കണം. ഈ ആഡ് വെർബ് കുറച്ചുകൂടെ നമുക്ക് പഠിക്കാൻ വേണ്ടി, ഇപ്പം സമയത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആഡ് വെർബ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ചൊരു ക്ലാസ് ഉണ്ട്. ആഡ് വെർബ് മാത്രമായിട്ട് തന്നെ നമുക്കൊരു ക്ലാസ് എടുക്കാം. അപ്പോൾ നമുക്ക് പിന്നീട് വേറൊരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഇതിൻ്റെ കൂടിയിട്ട് മിക്സ് ആക്കണില്ല. ഓക്കെ, അപ്പം എന്താണ് ആഡ് വെർബ് എന്ന് മനസ്സിലായാലോ. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് ക്ലാസ്സുകളാണ്. ഇപ്പം 5 ക്ലാസ്സുകൾ പറഞ്ഞു. 1 നൗണ്, 2 പ്രൊനൗണ്, അഡ്ജക്റ്റീവ്, വെർബ്, ആഡ് വെർബ്. അപ്പോൾ അടുത്ത ക്ലാസ് ആണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പ്രിപ്പോസിഷൻ? ഒരു നൗണ് അല്ലെങ്കിൽ ഒരു പ്രൊനൗണ്, ഇതിൻ്റെ കൂടെ നിൽക്കുന്ന വാക്കുകളാണ്, ചേർന്ന് നിൽക്കുന്ന വാക്കുകളാണ് പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നത്. ഇതെപ്പോഴും നൗൺ അല്ലെങ്കിൽ ഈ പ്രൊനൗണിൻ്റെ ഒരു റിലേഷൻഷിപ്പ് കാണിക്കും. ഇതിന് എന്തിൻ്റെ കൂടെയെങ്കിലും ഉള്ള ഒരു റിലേഷൻഷിപ്പ് കാണിക്കും. എക്സാമ്പിൾ പറയാം, there is a cow in the garden. അപ്പോൾ ഇൻ ദ ഗാർഡൻ, കൗ എവിടെയാണ് നിൽക്കുന്നത്? ഗാർഡനിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ റിലേഷൻഷിപ്പ് കിട്ടിയില്ല, ഇവിടെ നിൽക്കുന്നു എന്ന് കിട്ടിയില്ലേ. ദ ഗേൾ ഈസ് ഫോണ്ട് ഓഫ് മ്യൂസിക്. ഗേളിന് എന്തിഷ്ടമാണ്? മ്യൂസിക് ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിലേഷൻഷിപ്പ് കിട്ടിയില്ലേ, മ്യൂസിക്കിന് ഇഷ്ടമാണെന്നുള്ള ഒരു റിലേഷൻഷിപ്പ് കിട്ടിയില്ലേ. അപ്പോൾ ഇതാണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നൗണ്, പ്രൊനൗണ്, അഡ്ജക്റ്റീവ്, വെർബ്, ആഡ് വെർബ്. ഇപ്പം പറഞ്ഞ ഏതാണ്? പ്രിപ്പോസിഷൻ. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ് ആണ് കൺജങ്ഷൻ. ഓക്കെ, ഈ വാക്കിൽ പറയുമ്പോൾ അതിന് ജംഗ്ഷൻ അതുണ്ടല്ലേ. അപ്പം ഒരു 2 വാക്കുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ എക്സാമ്പിൾ പറയാം, രാമ ആൻഡ് ഹരി ആർ കസിൻസ്. ആൻഡ് എന്ന് പറഞ്ഞ ഒരു വാക്ക് വെച്ചിട്ട് ഞാൻ ഈ 2 വാക്കുകളെ കൂട്ടി യോജിപ്പിച്ചത്. ഇനി നമ്മൾ സ്ഥിരം പറയുന്ന എക്സാമ്പിൾ, ജിത്തു ഈറ്റ്സ് ആൻ ആപ്പിൾ ആൻഡ് ഹി ഗോസ് ടു എ റൈഡ്. ആൻഡ് എന്ന് പറയുന്ന ഒരു വാക്ക് വെച്ചിട്ടില്ല ഞാൻ കൂട്ടി ഉപയോഗിച്ചത്. അപ്പം ഇതിനെയാണ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. 2 വാക്കുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സോ പറയാം, therefore പറയാം, അങ്ങനെ കുറേ വാക്കുകളുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൺജങ്ഷൻ എന്ന് പറയുന്നത്. ബട്ട് പറയാം, ബട്ട് ഹീസ് എ എന്നൊക്കെ പറയാം. ഓക്കെ, അടുത്ത് പറയാൻ പോകുന്നത് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ സാധനമാണ് ഇന്റർജങ്ഷൻ അല്ലേ. പാർട്ട് ഓഫ് സ്പീച്ചിലെ 8ാമത്തെ ക്ലാസ് ആണ് ഇന്റർജക്ഷൻ.
എന്താണ് ഇന്റർജെക്ഷൻ എന്ന് പറഞ്ഞാൽ? ഇപ്പൊ എന്തെങ്കിലും ഒരു പെട്ടെന്നുള്ള ഒരു സഡൻ ഫീലിങ്ങിനെ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇന്റർജെക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇന്റർജെക്ഷൻ അല്ല, ഇന്റർജെക്ഷൻ. ഓക്കെ, അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഹുറേ, വി ഹാവ് വോൺ ദ ഗെയിം. ഹുറേ, പെട്ടെന്നൊരു ഫീലിംഗ്. ഹുറേ, വി ഹാവ് വോൺ ദ ഗെയിം. അടുത്ത് അലാസ്, ഷി ഈസ് ഡെഡ്. അലാസ്, ഹി ഈസ് ഡെഡ്. അപ്പൊ അലാസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇന്റർജെക്ഷൻ ആണ്. അപ്പം ഹുറേ, അലാസ് എന്നൊക്കെ പറയണത്. പിന്നെ കുറെ വാക്കുകളുണ്ട്. നമ്മൾ വണ്ടർ, വാവ് എന്നൊക്കെ പറയണതൊക്കെ എന്താണ്? ഒരു ഇന്റർജെക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ക്ലാസ്സിന്റെ ഇന്ന് പറയുന്ന പാർട്ട് ഓഫ് സ്പീച്ച് ഏകദേശം ഓക്കെ ആവും. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ പറയാം. നൗൺ എന്താണ്? ഓർമ്മയുണ്ടല്ല, ഒരു പേരായ ശബ്ദം. ഇപ്പൊ കൺട്രി, രാജ്യം, ഇതിനൊക്കെ പറ്റിയിട്ട് പറയുന്നതാണ് നൗണ്. പ്രൊനൗൺ എന്താണ്? നൗണിന് പകരം നിൽക്കുന്ന വാക്കുകൾ. ഇപ്പൊ ഹി, ഷീ, ദേ, ഇറ്റ് എന്നൊക്കെ പറയുന്നതാണ് പ്രൊനൗൺ. അഡ്ജക്റ്റീവ് എന്താണ്? ഇപ്പൊ നൗണ് നാമവിശേഷണം എന്ന് നമുക്ക് പറയാം. ഇപ്പം എന്താണ്? ബ്യൂട്ടിഫുൾ, ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു അഡ്ജക്റ്റീവ് ആണ്. ഈ നാമത്തിന് കുറച്ചുകൂടെ ഒരു ഇത് കൊടുക്കാം, മീനിങ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾ. വെർബ് എന്താണെന്ന് അറിയാല, ക്രിയ. എന്താണ് ആഡ് വെർബ് എന്നറിയാല, ഈ ക്രിയക്ക് കുറച്ചുകൂടെ ഒരു മീനിങ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്ത് പറഞ്ഞ പ്രിപ്പോസിഷൻ അറിയാല, തമ്മിലുള്ള മീനിങ്, നൗണിനും പ്രൊനൗണിനും തമ്മിലുള്ള ഇടയിലുള്ള മീനിങ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഒരു മീനിങ് ഫുൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇൻ ദ ഗാർഡൻ അല്ലെങ്കിൽ ടു എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിക്കുന്നതാണ് പ്രിപ്പോസിഷൻ കുറച്ചധികം പറയാനുണ്ട് കേട്ടോ. അത് നമുക്ക് വേറൊരു ക്ലാസ്സിൽ പറയാം. പിന്നെ പറഞ്ഞതാണ് കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ ആ ജംഗ്ഷൻ എന്നുള്ള വാക്കിൽ തന്നെ ഉണ്ട്. രണ്ടെണ്ണം തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് കൺജങ്ഷൻ. അടുത്ത് ഇന്റർജെക്ഷൻ എന്ന് പറഞ്ഞു പെട്ടെന്നൊരു ഫീലിംഗ് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന. അലാസ്, വാവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫീലിംഗ് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇന്റർജെക്ഷൻ. ഓക്കെ, അപ്പൊ ഇത്രയും ആയപ്പോഴത്തേക്കും നമ്മുടെ എന്ത് കഴിഞ്ഞു? പാർട്ട് ഓഫ് സ്പീച്ച് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ പൗസ് ചെയ്യേണ്ടടുത്ത് നിങ്ങൾ പൗസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ക്ലാസ്സുകൾ കേൾക്കുക. പിന്നെ നോട്ടുകൾ എഴുതിയെടുക്കുക. ഈ പറയുന്ന വാക്കുകൾ ഒന്നുകൂടെ മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് ഞാൻ തിരിച്ച് റിപ്ലൈ തരിക, അല്ലെങ്കിൽ നിങ്ങളെ മെയിൽ ഐ ഡി എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മെയിൽ ചെയ്യുക, എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഇതാശംസിക്കുന്നു. വേറൊരു കാര്യം കൂടെ പറയാം, റിവിഷൻ ചെയ്യുക. അടുത്ത ക്ലാസ് വരുമ്പോഴത്തേക്ക് ഒന്നുകൂടെ നമ്മൾ ഇത് റിവൈസ് ചെയ്തിട്ടാണ്, തുടക്കത്തിൽ റിവൈസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അടുത്തതിലേക്ക് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പം കീപ് മൂവിങ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ ഒരു 3 മന്ത്രം നമ്മളെപ്പോഴും പഠിച്ചു വയ്ക്കുക. എന്താണ് ആ മന്ത്രം? ഹാർഡ് വർക്ക്. ഇതാണ് ആ മന്ത്രം. അതെപ്പോഴും പറയുക മനസ്സിൽ. ഹാർഡ് വർക്കും വേണം, എന്നാൽ അതിനോടൊപ്പം തന്നെ സ്മാർട്ട് വർക്കും ആയിരിക്കുക. അപ്പോൾ നിങ്ങൾ എന്തിലെത്തും? നിങ്ങളെ വിജയത്തിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ എല്ലാവിധ ആശംസകളും. അടുത്ത ക്ലാസ്സിൽ കാണാം. റിവൈസ് ചെയ്യുക. ഓക്കെ.